പപ്പട യൂണിറ്റിൻ്റെ പേര് ദർശന. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു വരുമാന മാർഗം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചെറിയ ഈ വരുമാനം കൊണ്ട് ചെറുതായി നമ്മുടെ വീട്ടിലെ ചിലവുകളൊക്കെ നടത്താൻ പറ്റുന്നുണ്ട്. അമ്മയുടെ അടുത്ത് പോയിട്ട് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഈ JSSൽ ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അന്നേരം ആദ്യം അവിടെ പോയി ഞങ്ങൾക്ക് ഈ മെഴുകുതിരി നിർമ്മാണം ആദ്യം പഠിച്ചു. അതിനുശേഷം ഈ അച്ചാർ നിർമ്മാണം പഠിച്ചു. 6 മാസത്തെ തയ്യലിൻ്റെ അതും പഠിച്ച് പൂർത്തിയായി. ഞാൻ പറയുന്നതിന് ഇവർക്ക് എതിർപ്പൊന്നുമില്ല. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വരുമാനം ഉണ്ടാകാൻ നല്ല, ഞങ്ങൾക്ക് വലിയ കൂലിപ്പണിക്കും പോകാൻ പോകുന്നില്ല. എന്നാൽ ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ വളരെ മോശമാണ്. സ്വയമായിട്ടൊരു തൊഴിലുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ജീവിതത്തിന് ഇച്ചിരി കൂടിയൊക്കെ നല്ലതാണല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ എല്ലാവർക്കും സമ്മതമായിരുന്നു. 2 വർഷത്തോളമായിട്ട് ഉണ്ടാക്കുന്നു. ഞങ്ങൾ 6 മാസം ഞങ്ങൾ കല്ലിലിടിച്ച്, അതിൻ്റെ ഈ കല്ല് കാണുന്നത് ഞങ്ങളന്ന് പപ്പടം പോലൊക്കെ ഇടിച്ച് ഉണ്ടാക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഇത് നല്ല ഓർഡർ കിട്ടുന്നുണ്ട്. പപ്പടത്തിന് നല്ല പേരൊക്കെ ആയപ്പം ഞങ്ങൾക്ക് ഇടിച്ചുണ്ടാക്കിയാൽ കൊടുക്കാൻ പറ്റാതെ അതിന് ഞങ്ങൾ ബാങ്കിൽ ലോണിന് അപേക്ഷ വെച്ചു. ലോൺ കിട്ടി. മെഷീൻ എടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമായി. ഒരു ദിവസം 2500 പപ്പടം ശരാശരി ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. പുറത്തുനിന്ന് കൂടെ കുറച്ച് പേർക്ക് പണി കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. കടകളിലുമായിട്ടുള്ള നല്ല പ്രശസ്തിയുണ്ട്. ദർശന പപ്പടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിക്കൻ കഴിക്കുമ്പോഴേ അറിയുമെന്ന് പറഞ്ഞാൽ ഇന്ന് മേടിക്കുന്നവർ നാളെയും വീണ്ടും അതിനെപ്പറ്റി താല്പര്യമായിട്ട് 100 പപ്പടത്തിന് ആവശ്യപ്പെടുന്നവർ 500 മേടിക്കും. അത് മേടിച്ച് കഴിയുമ്പോൾ അവരുടെ അറിവ് തന്നെ വേറുള്ളിടത്തും ചെന്ന് കഴിയുമ്പോൾ അവരും താല്പര്യമായിട്ട് ഞങ്ങളുടെ പപ്പടത്തിന് ആൾ മുഖാനം പറഞ്ഞ് ദർശനയിലെത്തിക്കുക. ഈ പപ്പടം എങ്ങനെയായാലും അവരുടെ സ്പോട്ടിലെത്തിക്കുക. അങ്ങനെ ഒരു പേരായി ഞങ്ങൾ പേരായി 1.5 വർഷത്തോളം പേരിങ്ങനെ മുന്നോട്ട് നടക്കുന്നു. പിന്നെ എല്ലാം തമ്പുരാൻ്റെ വിജയിച്ചു പോകുന്നു ആഗ്രഹങ്ങളാണ് ഞങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ. നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്. ഇനി ഒരു മെഷീനും കൂടെ എടുത്താൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ വരുമാനം ഉണ്ടായി ഞങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുകൊണ്ട് കഴിയുമെന്ന് ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വാസമുണ്ട്. അപ്പോഴില്ല